Hi friends, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? സോ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു പ്രഥമത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല പായസം, നല്ല ടേസ്റ്റി ആയ ഒരു പായസമാണ്. നമ്മുടെ നേന്ത്രപ്പഴം ഏത്തക്ക വെച്ച് തന്നെ നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാം. നല്ല ഏത്തക്ക ഇടിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഈ പായസത്തിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയ റെസിപ്പിയാണ്. പിന്നെ ഇത് എങ്ങനെയുണ്ട്, ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അത് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ആയിട്ട് അറിയിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി കുറേ വിഭവങ്ങളൊക്കെ, ഓണത്തിൻ്റെ കുറേ വിഭവങ്ങളൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആരൊക്കെ ഇത് കണ്ടിട്ടില്ല ഷുവറായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെയായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. ഞാൻ ഡിഫറെൻറ്റ് പായസംസ് ഒക്കെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. സോ ഇന്ന് വന്നേക്കുന്ന നേന്ത്രപ്പഴം വെച്ചുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഡയറക്റ്റ് റെസിപ്പിയിലോട്ട് പോകാം. ഓക്കെ ബാ, ചലോ നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ചലോ. അപ്പോൾ ഈ പായസത്തിന് ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ഏത്തയ്ക്ക, നല്ല പഴുത്ത ഏത്തയ്ക്ക ഞാൻ എടുത്തേക്കുന്നത്. അത് ഇങ്ങനെ ക്യൂബ് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര സൈസ് വേണ്ടി അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അടുത്തതായിട്ട് നമുക്കൊരു പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഓൾമോസ്റ്റ് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തയ്ക്ക അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഏത്തയ്ക്ക അതിനകത്ത് ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലോണം വേവിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് വെന്ത് പോകാനും പാടില്ല. ബിക്കോസ് നമുക്ക് നമ്മളുടെ ആ പായസത്തിൽ കുറച്ച് ബൈറ്റായിട്ട് വേണം. അതുകൊണ്ട് ഒത്തിരി വേവാൻ പാടില്ല. നമുക്ക് ഈ നെയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം നെയ്ക്കകത്ത് ഈ ഏത്തയ്ക്ക വെന്ത് വരുമ്പോൾ നല്ലൊരു അരോമയും നല്ലൊരു ടേസ്റ്റും. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഇതൊന്ന് ഇളക്കി കൊടുക്കണം. വെച്ച ഏത്തയ്ക്ക ആയതുകൊണ്ട് നമ്മുടെ പാത്രത്തിൽ താര ഒന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഇളക്കി വേണം ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പിന്നെ ഏത്തയ്ക്ക നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടും ഇല്ല, എന്നാൽ അത്യാവശ്യമായിട്ട് നമുക്കത് നല്ലൊരു കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ ശർക്കര ഒന്ന് വെള്ളത്തിൽ കുറുകിയെടുത്തായിരുന്നു. നമ്മൾ ഈ ശർക്കര മെൽറ്റ് എടുക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. അത് നമുക്ക് സ്ട്രെയിനർ വെച്ച് ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ടാവും ഇതിനകത്ത് ഇടേണ്ടത്. സോ നമുക്ക് ശർക്കരയുടെ ക്വാണ്ടിറ്റി ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരം അനുസരിച്ച് എടുക്കാവുന്നതാണ്. അത് ഇട്ടിട്ട് നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കണം. നല്ലോണം ശർക്കര ഒന്ന് കുറുകി ആ ഏത്തയ്ക്കയിലൊന്ന് മിക്സായി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. സോ ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഞാനിതൊന്ന് കുറുക്കിയെടുക്കാമെന്ന് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ശർക്കരയും ഏത്തയ്ക്കയും എല്ലാം നല്ലോണം കുറുകി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് രണ്ടാം പാൽ ഓൾമോസ്റ്റ് ഞാനൊരു 500 ml ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാവുന്നതാണ്. അതും കൂടെ നമുക്കൊന്ന് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി എടുക്കണം. സോ നമുക്കിത് ഇളക്കി ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി വരണം. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇത് കാണാം, എൻ്റെ ഓൾമോസ്റ്റ് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുറുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് കുറുകി ഒന്ന് വന്നാൽ മതി. അത് നല്ലോണം ശർക്കരയ്ക്കകത്ത് നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. സോ അടുത്തതായിട്ട് ഞാനിവിടെ ഒഴിക്കാൻ പോകുന്നത് ഒന്നാം പാൽ ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം. ലോ ആയിട്ട് വേണം നമുക്ക് ഈ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ അത് ഒത്തിരി അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഒന്നാം പാൽ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ട് വേണം ഒന്നാം പാൽ ഒഴിക്കേണ്ടത്. ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന വരെ മാത്രം ഇത് വേവിച്ചെടുത്താൽ മതി. തിളയ്ക്കാൻ പാടില്ല. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ എൻ്റെ ഒന്നാം പാൽ ഒഴിച്ച് നല്ലോണം മിക്സായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, കറക്റ്റ് പാകമാണ്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ചുക്ക് ഓൾമോസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചത് അതും ഓൾമോസ്റ്റ് 1/4 ടീസ്പൂൺ ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ആക്കിയെടുക്കാം. ചുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടാവുന്നതാണ്. 1/4 ടീസ്പൂൺ മതിയായിരിക്കും. ചുക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല രസമായി പായസം കുടിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയും അതിനകത്തോട്ട് ഞാൻ കാഷ്യൂവും പിന്നെ റേസിൻസും ഇത് ഞാനൊന്ന് നെയ്ക്കകത്ത് വറുത്ത് ഇട്ടിട്ടുണ്ട്. ഇത് കൂടെ നമുക്ക് ഇതിൻ്റെ മേലിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം.
സോ പായസം എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നേന്ത്രപഴം വെച്ചുള്ള നല്ലൊരു രുചിയായിട്ടുള്ള ഒരു പായസം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാകുന്നുണ്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ആയിട്ട് അറിയിക്കുന്നേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഇനി അടുത്ത വിഭവമായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.